ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരാൾ ആവശ്യപ്പെട്ടതാണ് ചമ്മന്തിപ്പൊടിയാണ്. അപ്പം നമ്മൾ ഒരു ഇഞ്ചി ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാര്യം അത് ഒരുപാട് നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റോട് കൂടി ആ ഇഞ്ചി ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ല. ഇപ്പോൾ നമുക്ക് ഒരു 10 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ നല്ല ഉണക്ക തേങ്ങ ഉണ്ടായത് നല്ലതായിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതും കൊണ്ട് നല്ല ചമ്മന്തിപ്പൊടി നമുക്കുണ്ടാക്കാം. ഈ തേങ്ങ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഈ തേങ്ങ പൊട്ടിക്കുന്നതിനും ഒരു കണക്കൊക്കെ ഉണ്ട്. കാര്യം ഇതിൻ്റെ കണ്ണുണ്ടല്ലോ, 3 കണ്ണല്ലേ ഇതിൻ്റെ അകത്ത്. ഈ കണ്ണൽ, അതായത് നമ്മൾ തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് കിഴിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടെ നോക്കി വേണം ഇത് അടിക്കാനായിട്ട്. ഇതേപോലെ നമ്മളൊരു 10 തേങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം മുറിച്ച് വെച്ചിരിക്കുകയാണ്. നീ തേങ്ങ എല്ലാം ചരണ്ടി എടുക്കട്ടെ. ഇതെല്ലാം ചരണ്ടി എടുക്കട്ടെ. ഇപ്പോൾ തേങ്ങ ചരണ്ടുന്ന മെഷീനൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും അന്നൊക്കെ ചിരവെ തന്നെ ആയിരുന്നു ചിരണ്ടിട്ട് ഒരുപാട് തേങ്ങയൊക്കെ ഇതേപോലെ കൊത്തിയിരുന്ന തേങ്ങ. സമയമെടുത്ത് വേണം ഇത് ചെയ്യാനുണ്ട്. കാരണം ഇത്ര തേങ്ങയില്ലേ, അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ചമ്മന്തിപ്പൊടി റെഡിയാക്കാനായിട്ട്. വേണം തേങ്ങ ചിരണ്ടെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള ഒരു പണിയല്ല. കുറച്ച് സമയമായിരിക്കും ഇതൊന്ന് ചിരണ്ടി എടുക്കാനായിട്ട്. കാര്യം 10 തേങ്ങ ഉള്ളതിൽ 20 കഷ്ണമായില്ലേ, ആ 20 പിടിച്ച് ചിരണ്ടി ചെയ്തത്. ഏതായാലും നമ്മൾ ചിരണ്ടി ഒരു ബേസിൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ള ഇഞ്ചിയാണ്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ ഇഞ്ചിയുണ്ട്. എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഒരു 10 തേങ്ങയ്ക്ക് 400 ഗ്രാം ഇഞ്ചി, അതാണ് ഒരളവ്. പിന്നെ ഇഞ്ചി നല്ല മൂത്ത ഇഞ്ചി എടുക്കണം, പൊട്ടിഞ്ചി എടുക്കല്ലേ. പൊട്ടിഞ്ചി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ വെള്ളമല്ലേ. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചു. സാധാരണ രീതിയിലുള്ള ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം. ഈ ഉരുളി ഒന്ന് ചൂടായ ശേഷം കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളകാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 10-35-40 എണ്ണമെങ്കിലും ഉണ്ട്. ആ മുളക് നമുക്കൊന്ന് വാർത്തെടുക്കണം. ഇതേ രീതിയിലൊന്ന് വാർത്തെടുക്കുക. ആ എണ്ണയൊക്കെ നിർത്തി ഒന്ന് കോരണം. ഇതേപോലെ പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കുക. മുളകൊക്കെ വറുത്ത് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ആ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ ഇഞ്ചി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരേ കണത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുക്കാവുള്ളൂ. അപ്പോൾ ഒരുമിച്ച് തന്നെ അത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യം ഇഞ്ചിക്കകത്ത് ആ വെള്ളമയം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഇഞ്ചിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഇത് അധികമൊന്നുമില്ല, ഒരു 50 ഗ്രാം അടുത്തേ ഉള്ളൂ. ആ വെളുത്തുള്ളി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ഇഞ്ചി തന്നെ ആവശ്യം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വളരെ കുറച്ച് എണ്ണം മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ചേറെ കരിയാപ്പില ഉണ്ടെങ്കിൽ എടുത്തോണം കേട്ടോ. കരിയാപ്പില നല്ലതാണ്. ഇതിനകത്തൊക്കെ ഇട്ട് അങ്ങോട്ട് വാർത്തെടുക്കാം. ഏകദേശം ഇതിനൊരു 3/4 പാത്രം കരിയാപ്പില ഉണ്ടായിരുന്നു, അത് മൊത്തം ഏതായാലും അങ്ങ് എടുത്തു. ഇനി ഇതെല്ലാം കൂടെ മേലാക്കി കരിയാപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഇങ്ങോട്ട് കോരിയിടും ഈ സൈഡിലോട്ട്. ഇപ്പോൾ കരിയാപ്പില ഞാൻ ഇതിൻ്റെ അകത്തിട്ട് വറുത്തെടുത്തതേ ഉള്ളൂ. തേങ്ങ വറക്കുമ്പം
കരിയാപ്പല ഇട്ട് വേണേലും വറുത്തെടുക്കാവുന്നതാണ്. വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഈ എണ്ണ അങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ ഇങ്ങോട്ട് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാര്യം തേങ്ങ ഇരണ്ടുമ്പോഴത്തേ ഇതേപോലെ ഉണ്ടോ കണ്ടോ പൊടി. ഇത് ചിലപ്പോൾ ചെറുതൊക്കെ കാണും ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. നല്ലപോലെ ഇളക്കിയെടുക്കും. തേങ്ങയൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു അരക്കപ്പ് ഉള്ളി, ചെറിയ ഉള്ളി, ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയും കൂടി ഇട്ട് അതോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാര്യം ഇതിൻ്റെ ഒരു ഇളക്കാണ് ഇതിൻ്റെ മെയിനൊരു കാര്യം. കാര്യം ഈ തേങ്ങ ഒരേപോലെ തന്നെ അത് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യണം. കരിഞ്ഞു പോലെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ തേങ്ങയുടെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നൂടുണ്ട്. ആ ഉഴുന്നൂട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇച്ചിരി സമയമെടുത്ത് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ വേണം. ഇതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർക്കാം. ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ. കുരുമുളകൊക്കെ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ എരിവിനൊക്കെ പാകത്തിന് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചുമന്ന് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്ര സമയമാണ് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പം അത്ര നേരം നമ്മളിത് കൂടെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് കുറച്ച് വാളംപുളി എടുക്കണം. ഇത് ഒരു നെല്ലിക്കക്കാട്ടി കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം ഇത് എടുക്കാനായിട്ട്. പുളി ആവശ്യത്തിന് വേണം. അപ്പോൾ ആ രീതി വേണം നമുക്ക് പുളി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുരു ഉണ്ടെങ്കിൽ കുരു ഒന്ന് കളഞ്ഞ ശേഷം വേണം എടുക്കാനായിട്ട്. ഇതേപോലെ പിച്ചി കീറി എല്ലാ ഭാഗത്തോട്ടും അങ്ങോട്ട് ഇടും. ആ പുളിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇച്ചിരി കൂടെ ഒന്ന് ചുമക്കണം. ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഈ കുറച്ച് വെച്ച് കായപ്പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ വറക്കാൻ നേരം എണ്ണ ഒന്നും ചേർത്തില്ല കേട്ടോ. എന്നത് എണ്ണ ചേർക്കാതാണ് തേങ്ങ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെല്ലാം ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ കിടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ചുമന്ന് വരണം. നല്ലപോലെ ചുമക്കട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചി ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നിർത്താം. അപ്പോൾ ഇത് നമ്മുടെ താഴോട്ട് വെക്കുകയാണ്. ഇനി ഇതൊന്ന് തണുക്കണം. നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തണുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ജാറെടുക്കുക. കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് അടച്ച് നമുക്കത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കട്ടെ. ഇതുണ്ട്. ഇതുപോലെ നല്ലൊരു ബേസിൻ്റെ അകത്തോട്ട് വെള്ളമായി ഒന്നും കാണല്ലേ. വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചതിന് ശേഷം ബേസിൻ്റെ അകത്തോട്ട് മാറ്റണം. ഇതേപോലെ തന്നെ ആ കൂടെ അങ്ങോട്ട് പൊടിച്ചെടുക്കും. വലിയ മുളകാണെങ്കിൽ ഒന്ന് മുറിച്ചങ്ങിട്ടേക്കണം. ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടേക്കണം. അല്ലെങ്കിൽ മിക്സിക്കകത്തോട്ട് കറങ്ങാൻ ബുദ്ധിമുട്ട്. ഇഞ്ചി ചമ്മന്തിപ്പൊടി. നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരല്പം മുൻപൻ ഇരിക്കണം. എന്നാൽ മാത്രമേ അത് ഇഞ്ചി ചമ്മന്തിപ്പൊടി എന്ന് പറയാൻ പറ്റുള്ളൂ. നല്ല സ്വാദിഷ്ടമായ നല്ല അടിപൊളി ഇഞ്ചി ചമ്മന്തിപ്പൊടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പുള്ള കാര്യം. പിന്നെ വേറെ രണ്ട്, ഇത് പൊടിച്ച് ഉടനെ എടുത്ത് കഴിക്കല്ലേ. 1-2 ദിവസമൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
അതുപോലെ തന്നെ വേറെ ആരാണ്ട് ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. നനഞ്ഞ സ്പൂണും കൊണ്ട് എടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറേ നാൾ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.